ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സുദിനമായ ഈസ്റ്റർ സമാഗതമായിരിക്കുകയാണ്. മാനവരാശിയുടെ സമഗ്രമായിരിക്കുന്ന വിമോചനത്തിനു വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും കാൽവറി വരെയും ക്രൂശും ചുമന്നുകൊണ്ടുപോയി കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായ യേശു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ ആ സന്തോഷത്തോടെ മാനവരാശിക്ക് സന്തോഷം പ്രദാനം ചെയ്യുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ സുദിനം നമുക്കൊക്കെ ആഘോഷിക്കുവാനായിട്ട് ദൈവം ഭാഗ്യം തരുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗാരോഹണം ചെയ്യുകയും സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയായി ദൈവമക്കൾക്കായി നൽകുകയാണ്. ഉദ്ധിതനായ യേശുവിൻ്റെ ആ വലിയ ഉദ്ധാനത്തിൻ്റെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകരെ കാണുവാൻ കഴിയും. അവിടെ മൃതശരീരങ്ങൾ കബറടക്കിയിരിക്കുന്നത് മുട്ടുകാൽ മടക്കിയിട്ടാണ്. അവിടെ കബറടക്കത്തിന് വേണ്ടി വലിയ വില കൊടുത്തുകൊണ്ട് ആളുകൾ സ്ഥലം വാങ്ങി കബറടക്കുന്നു. യേശു വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ, അഥവാ ക്രിസ്തു വരുമ്പോൾ അവൻ എതിരേൽക്കുവാനായിട്ടുള്ള ഒരുക്കമാണ്. ഉദ്ധിതനായ യേശു തൻ്റെ ആത്മാവിനെ അയക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മഹത്വീകരിക്കപ്പെടുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2025 ഈസ്റ്ററിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ദൈവമക്കൾക്കായി നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.